പഹൽഗാം ഭീകരാക്രമണത്തെ തുടർന്ന് ഇന്ത്യ പാക് ബന്ധം വളരെ വഷളായിരിക്കുകയാണ്. ലോകരാഷ്ട്രങ്ങളെല്ലാം അതീവ ജാഗ്രതയോടെയും സൂക്ഷ്മമായും ഇന്ത്യ പാക് ഇടപെടലുകൾ നിരീക്ഷിച്ചു കൊണ്ടിരിക്കുന്നു. ഇന്ത്യ പാകിസ്ഥാൻ ബന്ധം വഷളാകുക മാത്രമല്ല, ഒരു തുറന്ന യുദ്ധത്തിലേക്ക് അത് പോകുമോ എന്ന് പോലും ലോകം ഭയപ്പെടുന്നുണ്ട്. നമ്മുടെ രാജ്യത്തിനകത്ത് വിവിധ കോണുകളിൽ നിന്നും പാകിസ്ഥാന് നേരെ ശക്തമായ പ്രതിഷേധവും കടുത്ത അമർഷവും ഒക്കെ ഉയരുന്നുണ്ട്. വലിയ തോതിൽ പാകിസ്ഥാൻ എന്ന രാഷ്ട്രത്തിനോട് നമുക്ക് വെറുപ്പ് ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. അത് അനുനിമിഷം വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. പാകിസ്ഥാനെ ആക്രമിക്കണമെന്നും ആക്രമിച്ച് കീഴടക്കി അവിടെ ജനാധിപത്യം പുനഃസ്ഥാപിക്കണമെന്നും മതരാഷ്ട്രത്തിൽ നിന്ന് പാകിസ്ഥാൻ എന്ന ആ ഭൂപ്രദേശത്തെയും അവിടുത്തെ ജനങ്ങളെയും മോചിപ്പിക്കണമെന്നും ഒരു ഭാഗത്ത് ആവശ്യമുയരുന്നുണ്ട്. ഇന്ത്യ ഗവൺമെൻറ് അതിന് തയ്യാറാകുമോ എന്നതാണ് ചോദ്യം. എൻ്റെ ഉത്തരം, ഇന്ത്യ ഗവൺമെൻറ് പെട്ടെന്നൊന്നും അതിന് തയ്യാറാകില്ല എന്നതാണ്. പക്ഷേ നമുക്ക് ഉണ്ടാക്കിയ ഈ ഉപദ്രവം, നമ്മുടെ മനസ്സിനുണ്ടാക്കിയ ഈ മുറിവ്, അതിന് ഒരു തിരിച്ചടി കൃത്യമായിട്ടും എത്രയും പെട്ടെന്ന് ഉചിതമായ സമയത്ത് ഉചിതമായ രീതിയിൽ തന്നെ നമ്മൾ നൽകും എന്നതും തീർച്ചയാണ്. അക്കാര്യത്തിൽ മോദി സർക്കാരിന് ഒരു പിഴവും ഉണ്ടാകില്ല. അതിലേക്ക് കൂടുതലായിട്ടൊന്നും ആലോചിക്കാനുമില്ല. കൊടുക്കേണ്ടത് കൊടുക്കേണ്ടപ്പോൾ കൊടുക്കേണ്ട രീതിയിൽ കൊടുത്തിരിക്കുമെന്ന് തീർച്ച. എന്തുകൊണ്ടാണ് ഇന്ത്യ പാകിസ്ഥാൻ ഒരു തുറന്ന യുദ്ധത്തിലേക്ക് പോകാത്തത്? പാകിസ്ഥാനെ ഭയന്നിട്ടല്ല. പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. പാകിസ്ഥാൻ്റെ കൈവശം ആണവായുധമുണ്ട് എന്നാണ് അവർ പറയുന്നത്. അത് എത്രത്തോളം സത്യമാണെന്ന് കണ്ടറിയേണ്ട കാര്യമാണ്. പാകിസ്ഥാൻ വലിയ വീരവാദമൊക്കെ മുഴക്കുന്നുണ്ട്. ഞങ്ങൾ ആണവശക്തിയാണ്, 170 ആണവായുധങ്ങൾ ഞങ്ങളുടെ കൈവശമുണ്ട് എന്നൊക്കെ. പക്ഷേ ഇന്ത്യയുടെ കൈവശം 164 ആണവായുധങ്ങളുണ്ട്. അത് വളരെ സുരക്ഷിതമാണ്. അത് ഉപയോഗിക്കാനും അതെടുത്ത് പ്രയോഗിക്കാനും ഒരു കേന്ദ്രീകൃതമായ സംവിധാനം നമ്മുടെ രാജ്യത്തുണ്ട്. അത് കേവലം ഒരു പ്രധാനമന്ത്രിയുടെ കയ്യിലാണ് അതിൻ്റെ ബട്ടൺ ഇരിക്കുന്നതെങ്കിലും അത് കേവലം ഒരു പ്രധാനമന്ത്രി മാത്രമല്ല നിയന്ത്രിക്കുന്നത്. അതിനൊരു കേന്ദ്രീകൃതമായ സംവിധാനമുണ്ട്. പ്രധാനമന്ത്രി ആണവായുധം ഉപയോഗിക്കണോ വേണ്ടയോ എന്നുള്ളത് പ്രധാനമന്ത്രിയും പ്രസിഡൻറ്റും അവരൊക്കെയാണ് അതിൻ്റെ കസ്റ്റോഡിയൻസ്. ആണവായുധം ഉപയോഗിക്കാൻ കഴിയുന്നത് അവർക്കാണ്. അവരുടെ ഒരു വിരൽ സ്പർശം കൊണ്ട് മാത്രമേ നമുക്ക് നമ്മുടെ സൈന്യത്തിന് അതെടുത്ത് ഉപയോഗിക്കാൻ സാധിക്കുകയുള്ളൂ. പക്ഷേ അങ്ങനെ വരുമ്പോൾ പോലും നമ്മുടെ ആ കേന്ദ്രീകൃത സംവിധാനം എന്തായാലും ആദ്യഘട്ടത്തിൽ ആണവായുധം എടുത്ത് ഉപയോഗിക്കില്ല എന്ന നിലപാട് സ്വീകരിച്ചിരിക്കുകയാണ്. നമ്മൾ ലോകത്തിന് കൊടുത്ത ഉറപ്പാണത്. ഞങ്ങൾ ഒരിക്കലും ആർക്ക് നേരെയും ആണവായുധം ആദ്യം ഉപയോഗിക്കില്ല എന്ന്. അതിൻ്റെ അർത്ഥം രണ്ടാമതും മൂന്നാമതുമൊക്കെ ഞങ്ങളത് ഉപയോഗിച്ചേക്കും എന്നും കൂടിയാണ്. പക്ഷേ നമ്മളെപ്പോലെ അല്ല പാകിസ്ഥാൻ. നമ്മുടെ രാജ്യത്തെ ശാസ്ത്രജ്ഞർക്ക് നമ്മുടെ രാജ്യത്തോട് അങ്ങേയറ്റത്തെ കൂറും കടപ്പാടും ഉത്തരവാദിത്വ ബോധവും ഒക്കെ ഉണ്ട്. അവർ ദേശസ്നേഹികളാണ്. അവർ പണത്തിന് വേണ്ടി സ്വന്തം അറിവ് വിൽക്കുന്നവരല്ല. നമ്മുടെ രാജ്യത്ത് ധാരാളം മിസൈൽ മാൻ ഉണ്ട്, മിസൈൽ വുമണും ഉണ്ട്. നമുക്ക് മിസൈൽ വനിത എന്ന് നമ്മൾ പേര് പറഞ്ഞ് വിളിക്കുന്ന നമ്മുടെ രാജ്യത്ത് അതിനൊക്കെ അത്തരം ഗവേഷണങ്ങൾക്ക് നേതൃത്വം കൊടുത്ത ആൾക്കാരെ നമുക്കറിയാം. ഞാൻ അവരുടെ പേരൊന്നും പറഞ്ഞപ്പോൾ സമയം വെറുതെ കളയുന്നില്ല. എന്തായാലും അങ്ങനെയൊന്നും അവകാശപ്പെടാൻ പറ്റാത്തൊരു രാഷ്ട്രമാണ് പാകിസ്ഥാൻ. പാകിസ്ഥാനിലെ പല ആണവ ശാസ്ത്രജ്ഞരും തങ്ങളുടെ അറിവ് പലർക്കും തങ്ങളുടെ രാജ്യമറിയാതെ, മാതൃരാജ്യം അറിയാതെ വിറ്റ ചരിത്രമാണുള്ളത്. അതായത് ഇറാനെ പോലെയുള്ള രാജ്യങ്ങൾക്ക്, അതുപോലെ പല ഭീകര സംഘടനകൾക്കുമൊക്കെ ചില ആണവ രഹസ്യങ്ങൾ, തങ്ങൾക്ക് അറിയുന്ന ചില രഹസ്യങ്ങൾ ചോർത്തിക്കൊടുക്കാൻ അവർക്ക് സാധിച്ചിട്ടുണ്ട്. അത്രത്തോളം ഈ രാഷ്ട്രാഭിമാനവും ജനിച്ച മണ്ണിനോട് കൂറും ഒന്നുമില്ലാത്ത ഒരു വിഭാഗം ആൾക്കാർ ഉള്ള പ്രദേശമാണ് പാകിസ്ഥാൻ. അവിടുത്തെ ഈ ശാസ്ത്രജ്ഞന്മാർ പണത്തിന് വേണ്ടി എന്തും ചെയ്യും. അവർ എന്തും വിൽക്കും. അവർ ഏതറ്റം വരെയും പോകും. ഇതൊക്കെ നമ്മുടെ രാജ്യാന്തര മാധ്യമങ്ങളടക്കം ഇൻ്റർനാഷണൽ ജേണലുകളിൽ ഇതിനെ സംബന്ധിച്ചൊക്കെ പല വാർത്തകളും വന്നിട്ടുണ്ട്. പക്ഷേ നമ്മുടെ ഈ കൊച്ചു കേരളത്തിലിരിക്കുന്നവർക്ക് അതൊന്നും അറിയില്ല. അതുപോലെ തന്നെ ഈ പാകിസ്ഥാനിൽ സുശക്തമായൊരു സൈന്യമുണ്ട് എന്നുള്ളത് നമ്മുടെ തെറ്റിദ്ധാരണയാണ്. പാകിസ്ഥാനിൽ അങ്ങനെ സുശക്തമായൊരു സൈന്യമില്ല.
അതുപോലെ തന്നെ ഈ പാകിസ്ഥാനിൽ സമ്പുഷ്ടീകരിച്ച യുറേനിയം, ആണവ ഇന്ധനം, ആണവായുധത്തിൽ ഉപയോഗിക്കുന്ന യുറേനിയം പാകിസ്ഥാൻ്റെ കൈവശം എത്രത്തോളം ഉണ്ട് എന്നൊക്കെ ഉള്ളത് കണ്ടറിയേണ്ടതാണ്. ഇതിനൊന്നും ഒരു തെളിവുമില്ല. ഇന്ത്യയുടെ കൈവശം എത്ര ആണവായുധമുണ്ട്, സമ്പുഷ്ടീകരിച്ച യുറേനിയം എത്രത്തോളം ഉണ്ട് എന്നൊക്കെ ഉള്ളത് നമുക്ക് കൃത്യമായിട്ട് അറിയാം. അതിൻ്റെയൊക്കെ കണക്ക് നമ്മുടെ കൈവശമുണ്ട്. അത് ലോകരാഷ്ട്രങ്ങൾക്ക് പലർക്കുമുണ്ട്. നമ്മൾ പറയേണ്ടിടത്തെല്ലാം പറഞ്ഞിട്ടുണ്ട്. UN അടക്കമുള്ളവർക്ക് വളരെ കൃത്യമായിട്ട് അറിയാം. പക്ഷേ പാകിസ്ഥാൻ്റെ കൈവശം എന്താണുള്ളതെന്ന് ആർക്കും അറിയില്ല. അതുപോലെ ഞാൻ പറഞ്ഞു വന്നത് പാകിസ്ഥാനിലെ സൈന്യത്തെക്കുറിച്ചാണ്. അപ്പോൾ അങ്ങനെ സുശക്തമല്ലാത്ത, സംഘടിതമല്ലാത്ത ഒരു സൈന്യമുള്ള രാജ്യത്ത്, കാരണം അവിടുത്തെ ലോക്കലുകളായിട്ടുള്ള ആൾക്കാർ പല പ്രദേശത്തും പല പ്രവിശ്യകളിലും, നമ്മുടെ ഇവിടുത്തെ സംസ്ഥാനങ്ങൾ പോലെ പല പ്രവിശ്യകളുണ്ട്. ആ പ്രവിശ്യകളിലൊക്കെ ഉള്ള ചില തട്ടിക്കൂട്ട് ഇടപാടുകളാണ് അവിടുത്തെ സൈന്യം. ഇപ്പോൾ ഉദാഹരണത്തിന് ഹക്കാനി എന്ന് പറയുന്ന ഒരു സൈനിക വിഭാഗമുണ്ട് അവിടെ. അത് കുറച്ച് ആൾക്കാർ സംഘടിച്ച് അവർ ആയുധങ്ങളൊക്കെ വാങ്ങിക്കൂട്ടി പരിശീലനം നേടി അവർ സൈനികമായ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്നു. ഇപ്പോൾ അവിടെ ആരെങ്കിലും, നമുക്ക് ഏതെങ്കിലും ഒരു രാജ്യത്തിനോട് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പ്രദേശത്തിനോട് എന്തെങ്കിലും പ്രശ്നമുണ്ട്, അവിടെ പോയി അടിക്കണം എന്നുണ്ടെങ്കിൽ ഇവർക്ക് കൊട്ടേഷൻ കൊടുത്താൽ മതി. ഹക്കാനികൾ ചോദിക്കുന്ന പണം കൊടുത്തു കഴിഞ്ഞാൽ ഹക്കാനികൾ അവിടെ പോയി അടിക്കും. പണ്ടങ്ങനെയാണ് കാർഗിലിൽ നുഴഞ്ഞു കയറിയത്. ഒരു വിഭാഗം പാക് പട്ടാളക്കാരെ, പാക് റേഞ്ചേഴ്സ് എന്ന് പറയുന്ന റെജിമെൻറ്റിലെ സേനാംഗങ്ങളെ വേഷം മാറ്റി സിവിലിയൻസുകാരാക്കി ഇങ്ങോട്ട് വിട്ടു. ഒപ്പം വലിയൊരു കൂട്ടം ഈ ഹക്കാനികൾ പോലെയുള്ള കൊട്ടേഷൻ വർക്കുകൾ ചെയ്യുന്ന, നമ്മളെ നാട്ടിൽ നമ്മൾ പറയാറുണ്ടല്ലോ, ഈ രാഷ്ട്രീയക്കാർക്കൊക്കെ വേണ്ടി കൊട്ടേഷൻ പണി ചെയ്യുന്ന ഗുണ്ടകൾ, അതുപോലെയുള്ള ആൾക്കാരാണ് അവിടെ സൈനിക സേവനത്തിന് വരുന്നത്. അവർക്കൊന്നും സംഘടിതമായ രീതിയിൽ പരിശീലനമോ ഒന്നും കിട്ടിയിട്ടില്ല, അച്ചടക്കമില്ല. അങ്ങനെയുള്ള ഒരു വിഭാഗം, അത്തരത്തിലുള്ള സൈനിക ഇടപെടലുകൾ ഉണ്ടാകുന്ന രാജ്യത്ത്, അല്ലെങ്കിൽ അത്തരത്തിലുള്ള സൈന്യം പ്രവർത്തിക്കുന്ന ഒരു രാജ്യത്ത് ഈ ആണവായുധം എത്ര സുരക്ഷിതമായിരിക്കും? ഇങ്ങനെ ഇതിനെല്ലാം പുറമെ വലിയ തോതിൽ തീവ്രവാദവൽക്കരിക്കപ്പെട്ടിരിക്കുന്ന ഒരു ജനത, ഭീകരവാദവൽക്കരിക്കപ്പെട്ടിരിക്കുന്ന ഒരു ജനത, അവർക്ക് തന്നെ അറിയാം അവർ ചെയ്യുന്നത് വലിയ നാശമാണ്, വലിയ ദോഷമാണെന്ന് അവർക്ക് തന്നെ അറിയാം. പക്ഷെ അതിൽ നിന്ന് രക്ഷപ്പെടാൻ അവർക്ക് പറ്റുന്നില്ല. അവിടുത്തെ സൈന്യം, അവിടുത്തെ ചാരസംഘടന, ഇൻ്റർ സർവീസ് ഇൻ്റലിജൻസ് എന്ന് പറയുന്ന ISI എന്ന് പറയുന്ന ചാരസംഘടന, പിന്നെ 900 ഭീകര സംഘടനകൾ, ലഷ്കർ-ഇ തോയ്ബ, ജെയ്ഷെ മുഹമ്മദ്, ഹർക്കത്തുൽ മുജാഹിദീൻ, ഹർക്കത്തുൽ അൻസാർ, ഇങ്ങനെ തുടങ്ങി ഇപ്പോഴത്തെ ഏറ്റവും ഒടുവിൽ ദ റെസിസ്റ്റൻസ് ഫ്രണ്ട് എന്നും ഫോഴ്സ് എന്നും ഒക്കെ പറഞ്ഞിട്ടുള്ള TRF അടക്കമുള്ള സംഘടനകൾ. TRF ഇന്ത്യയിലാണ് പ്രവർത്തിക്കുന്നതെങ്കിലും വേരുകൾ കിടക്കുന്നത് പാകിസ്ഥാനിലാണ്. ഈ ഇന്ത്യയിലെ കാശ്മീരിലെ ചില ഭാഗങ്ങളിലൊക്കെ അവരുണ്ടെന്ന് പറയുന്നു, പക്ഷേ അവരുടെ വേരുകൾ മുഴുവനും കിടക്കുന്നത് പാകിസ്ഥാനിലാണ്. അങ്ങനെയുള്ളൊരു രാഷ്ട്രം എങ്ങനെയാണ് ഇന്ത്യക്കെതിരെ യുദ്ധം ചെയ്ത് നിൽക്കുക? അച്ചടക്കമുള്ള ഒരു സേനയുടെ അടുത്ത് എത്ര മണിക്കൂർ പോട്ടെ, എത്ര മിനിറ്റുകൾ അവർക്ക് പിടിച്ചു നിൽക്കാൻ സാധിക്കും? അത്തരത്തിൽ വലിയ പ്രതിസന്ധി നേരിടുന്ന, വലിയ വെല്ലുവിളി നേരിടുന്ന ഒരവസ്ഥയിലാണ് പാകിസ്ഥാൻ. അവിടെ ഈ പറയുന്നത് പോലെ ആണവായുധങ്ങൾ ഇവരുടെ കയ്യിൽ എത്ര സുരക്ഷിതമായിരിക്കും? ആണവായുധം ഉണ്ടെങ്കിൽ ഇക്കൂട്ടർ ഇതിനു മുമ്പ് തന്നെ എടുത്ത് പലയിടത്തും പ്രയോഗിച്ചേനെ. ഇതിനെല്ലാം ഉപരി അഫ്ഗാനിൽ നിന്നുള്ള വെല്ലുവിളി, താലിബാൻ എന്ന് പറയുന്ന പാകിസ്ഥാനിലെ താലിബാനും അഫ്ഗാനിസ്ഥാനിലെ താലിബാനും തമ്മിലുള്ള ഏറ്റുമുട്ടൽ. അതിനകത്ത് പാകിസ്ഥാനിലെ താലിബാൻ ഈ പാകിസ്ഥാൻ സൈന്യത്തിനും ഒരു പരിധിവരെ എതിരാണെന്ന് കേൾക്കുന്നു. അവർ തമ്മിൽ നിരന്തരം ഏറ്റുമുട്ടുന്നു. അവർ തമ്മിലുള്ള സംഘർഷം പലപ്പോഴും ഈ പാക് സേനയും അഫ്ഗാനിസ്ഥാനിൽ നിന്നുള്ള താലിബാൻ സൈനികരും തമ്മിലുള്ള ഏറ്റുമുട്ടൽ പലപ്പോഴും അതിരുവിട്ടു പോകുന്നു. നൂറുകണക്കിന് പട്ടാളക്കാർ, പാക് സേനയിലെ പട്ടാളക്കാർ കൊല്ലപ്പെടുന്നു. ഇത്തരത്തിൽ അതുപോലെ തന്നെ ബലൂചിസ്ഥാൻ എന്ന് പറയുന്നത് വലിയ തോതിൽ വിമോചനം ആവശ്യപ്പെട്ടുകൊണ്ട് പാകിസ്ഥാനിൽ നിന്ന് മുറിഞ്ഞുപോയി വേറൊരു രാജ്യമാകണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് വലിയ തോതിൽ അവിടെ വലിയ സംഘർഷങ്ങൾ നടക്കുന്നു. ഇപ്പോഴത്തെ ഏറ്റവും പുതിയ വിവരമനുസരിച്ച് പോലും അവിടെ വലിയ സംഘർഷമാണ്. ബലൂചിസ്ഥാൻ പോരാട്ടം, ബലൂചിസ്ഥാൻ വിമോചന പോരാട്ടം എന്ന ഒരു ആവശ്യം അവിടെ വളരെ ശക്തമാണ്. ആ വിമോചനത്തിന് വേണ്ടിയിട്ടുള്ള പോരാട്ടം വളരെ രൂക്ഷമാണ് അവിടെ. ഒരു തീവണ്ടി തന്നെ തട്ടിക്കൊണ്ടുപോയി അതിൽ ആൾക്കാരെ ബന്ദികളാക്കി വെച്ച് പാകിസ്ഥാൻ സേനയെ വെല്ലുവിളിച്ചവരാണ് ബലൂചിസ്ഥാൻ, ഈ ബലൂച്ച് പോരാളികൾ. അപ്പോൾ ഇങ്ങനെയെല്ലാം വലിയ തോതിൽ വിഘടിച്ച് നിൽക്കുന്ന പാകിസ്ഥാനെ എങ്ങനെയാണ് ഇന്ത്യക്കെതിരെ യുദ്ധം ചെയ്യാൻ സാധിക്കുക? ഈ അവസരം നല്ലവണ്ണം മുതലെടുത്ത് പാകിസ്ഥാനെ രണ്ടിലധികം കഷ്ണങ്ങളാക്കി മുറിക്കാനാണ്
ഇന്ത്യയും ആഗ്രഹിക്കുക. തന്ത്രപരമായ നീക്കം അതായിരിക്കും. പാകിസ്ഥാൻ ഒരു വശത്ത്, അതുപോലെ തന്നെ ഈ ബലൂചിസ്ഥാൻ വേറൊരു വശത്ത്, ഇനി പാക് ഒക്യുപ്പൈഡ് കാശ്മീരിൻ്റെ ഭാഗങ്ങൾ വേറൊരു വശത്ത്, ഇങ്ങനെ വിഘടിച്ച് പാകിസ്ഥാനെ വിഘടിപ്പിച്ച് ഇല്ലാതാക്കാനായിരിക്കും ഏതൊരു ബുദ്ധിപൂർവമുള്ള നീക്കവും ബുദ്ധിയുള്ള ഏത് രാഷ്ട്രവും നടത്തുക അതായിരിക്കും. അതുകൊണ്ട് നമുക്ക് കാത്തിരുന്ന് കാണാം. എന്തായാലും ഇന്ത്യ ഒരു തുറന്ന യുദ്ധത്തിന് വഴിമരുന്നിടില്ല. ഇന്ത്യ ഒരിക്കലും ആണവായുധം ആദ്യം എടുത്ത് ഉപയോഗിക്കില്ല, അത് തീർച്ചയാണ്. നമ്മുടെ പാരമ്പര്യം അതാണ്, നമ്മുടെ സംസ്കാരം അതാണ്. പക്ഷേ ഇങ്ങോട്ട് കിട്ടിയ അടിക്ക് അങ്ങോട്ട് കൊടുക്കാതെ ഇരിക്കുകയുമില്ല. കനത്ത തിരിച്ചടി തന്നെ പാകിസ്ഥാന് കിട്ടുമെന്ന് തീർച്ചയാണ്.